മലബാർ സമരചരിത്രത്തിലെ ഏറ്റവും ദാരുണവും വേദനിപ്പിക്കുന്നതുമായ ഒരു അധ്യായമാണ് തിരൂർ വാഗൺ ട്രാജഡി. നമ്മളിന്ന് നിൽക്കുന്നത് ചരിത്രം ഉറങ്ങുന്ന അല്ലെങ്കിൽ ചരിത്രം ചോര ഒഴുകിയ തിരൂരിലാണ്. 1921 ഇവിടെ നടന്ന ഒരു ക്രൂരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പോലെ തന്നെ ഒരു കൂട്ടക്കൊലകൾ ഒന്നാണ്. അടച്ചു പൂട്ടിയ ഒരു ഗുഡ്സ് വണ്ടിയിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞുപോയ 70ഓളം മനുഷ്യരുടെ കഥ. അതാണ് വാഗൺ ട്രാജഡി. 1921 നവംബർ 10 മലബാർ കലാപത്തിൽ പങ്കെടുത്തു എന്നാരോപിച്ച് ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്ത 90ഓളം തടവുകാരെ കോയമ്പത്തൂർ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നു. അതിനായി അവർ തിരഞ്ഞെടുത്ത് മനുഷ്യരെ കൊണ്ടുപോകുന്ന വണ്ടിയിലായിരുന്നില്ല, മറിച്ച് ചരക്കുകൾ കൊണ്ടുപോകുന്ന ഒരു വായു സഞ്ചാരമില്ലാത്ത LU-1711 എന്ന റെയിൽവേ വാഗണായിരുന്നു. അങ്ങനെ ആ വണ്ടി തിരൂരിൽ നിന്നും നീങ്ങിത്തുടങ്ങി. പോടന്നൂർ എത്തുന്നവരെ ആ വണ്ടി എവിടെയും നിർത്തിയില്ല. കോട്ടയ്ക്കലിനും ഷൊർണൂറിലും ഒക്കെ ഇടയിലെത്തിയപ്പോൾ തന്നെ വണ്ടിക്കുள் നിന്ന് ദാഹിച്ചും ശ്വാസം മുട്ടിയും മനുഷ്യർ നിലവിളിക്കാൻ തുടങ്ങി. അവർ ആ ഇരുമ്പ് ചുവരുകൾ നഖം കൊണ്ട് കോറി വണ്ടിയുടെ വശങ്ങളിൽ തലയിടിച്ചു, മറ്റു ആളുകളുടെ രക്തം കുടിച്ചു. പക്ഷേ പുറത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ് കാവൽക്കാർ അതൊന്നും കേട്ടതായി ഭാവിച്ചില്ല. പോടന്നൂരിൽ വണ്ടി തുറന്നപ്പോൾ കണ്ടത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാഴ്ചയായിരുന്നു. 64 പേർ ആ വണ്ടിക്കുള്ളിൽ തന്നെ ശ്വാസം മുട്ടി മരിച്ചു കഴിഞ്ഞിരുന്നു. ബാക്കിയുള്ളവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആകെ മരണം 70 ഉയർന്നു. മൃതദേഹങ്ങൾ പിന്നീട് തിരൂരിലേക്ക് തന്നെ തിരിച്ചെത്തിച്ച് ഇവിടുത്തെ കൊരങ്ങത്ത് ജുമാ മസ്ജിദിലും ശബരിമുട്ടത്തും സംസ്കരിച്ചു. ഹിന്ദു മുസ്ലിം ഭേദമില്ലാതെ ഒരുമിച്ച് പോരാടി ഒരുമിച്ച് ജീവൻ വെടിഞ്ഞവരായിരുന്നു അവർ.